ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മധുരത്തിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമുള്ള പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. പുഡിങ് നമ്മൾ പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു എന്താ പറയുക, നിങ്ങളാരും ട്രൈ ചെയ്യാത്ത തരത്തിലുള്ള ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ദോശമാവാണ് വേണ്ടത്. ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലി മാവ്, ഏത് ടൈപ്പ് മാവായിരുന്നാലും കുഴപ്പമില്ല. മാവ് എടുക്കുമ്പോൾ ഒരുപാട് ഭയങ്കര പുളിക്കാത്ത മാവായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ദോശമാവ് എടുക്കുക. അതാണ് നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമ്മൾ ഈ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ വേറൊരു ലെയറും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കൊക്കോ പൗഡർ ചേർത്തിട്ട് ചോക്ലേറ്റിൻ്റെ ഒരു ലെയറാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കൊക്കോ പൗഡർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിനായിട്ട് മിൽക്കിൻ്റെ ലെയറായിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ്, ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് അടുത്ത ലെയർ റെഡിയാക്കിയിട്ട് എടുക്കുക. ഈ കൊക്കോ പൗഡർ ഇല്ലാണ്ട് നിങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കേണ്ട, കൊക്കോ പൗഡർ ഇല്ലാണ്ട് നമുക്ക് അടുത്ത ലെയർ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇഡ്ഡലി മാവ് അല്ലെങ്കിൽ ദോശമാവൊക്കെ എപ്പോഴും നമ്മുടെ വീടുകളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് എപ്പോഴായാലും കുറച്ചുകളൊക്കെ ബാക്കി വരുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ മിയ കിച്ചണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഒരു നല്ലൊരു ചായ പലഹാരമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് അലവാങ്ക് എന്ന് പറയും. അത് ഇന്ന് രാവിലെയാണ് ഇട്ടത്. ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് 2-3 പേര് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോ കൂടിയിട്ട് കണ്ടു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കൊട്ട് സമയങ്ങൾ തന്നെ നമ്മുടെ പുഡിങ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. നമ്മൾ ഫസ്റ്റ് ലെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ തന്നെ പാത്രം വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ അടുത്ത് സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്ത് എന്തെങ്കിലും വെച്ചിട്ട് വേണമെങ്കിലും റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കാം. ഓയിൽ അല്ലെങ്കിൽ ബട്ടർ എന്തായിരുന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ ഉള്ളിലും സൈഡിലേക്ക് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് ഉണ്ടാക്കണ പോലെ. ഇതിലേക്ക് നമുക്ക് ദോശമാവ് ഒഴിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് കാലത്ത് ദോശ ഉണ്ടാക്കിയിട്ട് കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നു. ഇപ്പോൾ ദോശമാവ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കരുത് കേട്ടോ. ഒരു 1/4 ഭാഗത്തിനേക്കാളും ഒരു പൊടിക്ക് കൂടുതൽ. കാരണം ഇതിലേക്ക് നമുക്കിനി ഒരു ലെയറും കൂടിയിട്ട് ചെയ്യണമല്ലോ. പിന്നെ ഇത് ഒന്ന് ആവിയിൽ നമ്മൾ വേവിക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് പൊന്തി വരികയും ചെയ്യില്ല. ഇപ്പോൾ നമ്മളിതിലേക്ക് മധുരം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലേ. ഇതാ ഇത്രയ്ക്ക് മതി, ഇത്രയ്ക്ക് ഒഴിച്ചാൽ മതി. ഇനി ഞാനിതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, നിങ്ങൾക്ക് ടൂട്ടി ഫ്രൂട്ടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടിയിട്ട് കുറച്ച് ചേർക്കാം. അപ്പോൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർക്കാം. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. സാധാരണ നമ്മൾ ഇഡ്ഡലിക്ക് വേവിച്ചിട്ടെടുക്കില്ലേ, അതേപോലെ വേവിച്ചിട്ടെടുക്കാണ്ട് ഈ ലെയർ റെഡിയാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഇഡ്ഡലിക്ക് വേവിക്കുന്ന പോലെ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇനി ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ എന്തെങ്കിലും നിങ്ങൾ വെച്ചിട്ട് ആവിയിൽ വേവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കുക. ഇഡ്ഡലി തട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ബെസ്റ്റ്. പക്ഷേ എൻ്റെ ഇഡ്ഡലി പാത്രം ഭയങ്കര ചെറുതാണ്, അതിനകത്ത് ഈ പാത്രം കൊള്ളില്ല. ഇത് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് ആവി വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇഡ്ഡലി പാത്രമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കണതുകൊണ്ട് എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറാണ് വയ്ക്കുന്നത്. ബട്ടർ പേപ്പർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ബട്ടർ പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് മൂടിയാൽ മതി. മൂടിക്കുക. അപ്പോൾ ഇത് ഇരുന്നിട്ട് റെഡി ആകുമ്പോഴേക്കും ഇനി ഇത് റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ വേറെ ഒരു ഇതും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കും. കുറച്ച് പാലും പിന്നെ കുറച്ച് വാനില എസൻസും പഞ്ചസാരയും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മുടെ ഈ ഇഡ്ഡലി ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇഡ്ഡലി ആയിട്ട് ആയിരിക്കില്ല കേട്ടോ വരാൻ, നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ആ മിക്സിങ് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഇതേപോലത്തെ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ നിറച്ചെടുത്തിട്ട് ചേർക്കാം. കാരണം അത്യാവശ്യം നല്ല മധുരം വേണം. കാരണം നമ്മൾ ആ ഇഡ്ഡലിയുടെ മിക്സിങ്ങിൽ നമ്മൾ മധുരമൊന്നും ചേർത്തിട്ടില്ലല്ലോ.
അത്യാവശ്യം നല്ല മധുരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ചേർത്തത്. 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു മധുരം ഉണ്ടാവും. ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർക്കാം. വാനില എസൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. പൈനാപ്പിൾ എസൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. ബട്ടർ സ്കോച്ച് എസൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ബട്ടർ സ്കോച്ച് എസൻസാണ് ചേർക്കുന്നത്. ഈ എസൻസ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. വാനില എസൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കും. ഇത് 3 കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ പാല് നിങ്ങൾ എടുക്കുമ്പോൾ തിളപ്പിച്ച പാല തിളപ്പിക്കാത്ത പാല എന്ത് പാലായിരുന്നാലും കുഴപ്പമില്ല. നമ്മുടെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാനുള്ള നമ്മുടെ പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയറിൻ്റെ മിക്സിങ് റെഡി ആക്കിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ലെയർ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ മിക്സിങ് ജസ്റ്റ് ഒന്ന് റെഡി ആക്കിയിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് അത് തണുത്ത് കഴിഞ്ഞിട്ട് മാത്രം അടുത്ത ലെയർ മിക്സിങ് നിങ്ങൾ അടുപ്പത്തേക്ക് വെച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ലെയർ നമ്മൾ ഒഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് ഒഴിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടോട് കൂടിയിട്ട് ഒഴിക്കണം കേട്ടോ അടുത്ത ലെയർ. എന്നാൽ മാത്രം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അത് റെഡി ആക്കിയിട്ട് വെക്കാം. അടുത്ത ലെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിലാണ് എടുത്തേക്കുന്നത്. 250 ml മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അളവെടുത്താൽ മതി. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 2 3 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് കോൺഫ്ലോർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലോർ ചേർക്കാം കേട്ടോ. അതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കണം. ഇനി അടുത്തത് നമ്മൾ ചേർക്കുന്നത് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കൊക്കോ പൗഡർ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊക്കോ പൗഡർ ചേർക്കാണ്ട് ബാക്കിയുള്ളത് എല്ലാവരും സെയിം ആയിട്ട് തന്നെ റെഡി ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോഫിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇൻസ്റ്റൻറ്റ് കോഫി ആയിട്ട് ബ്രൂ കോഫി അല്ലെങ്കിൽ നെസ് കോഫി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ ഇത് നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നമ്മൾ കൊക്കോ പൗഡർ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ അല്ലേ ചേർത്തത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ചേർക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ചേർക്കരുത്. അത്രയ്ക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കുമല്ലോ. അപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കാം. അപ്പോൾ നമുക്കൊരു കോഫിയുടെ ഒരു ഫ്ലേവർ കിട്ടും. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു കളറൊക്കെ ആയിട്ടുണ്ട്. ഈ തീ ഓഫ് ചെയ്യാം. ഇത് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് എടുക്കരുത് കേട്ടോ. ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒന്ന് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിക്കുക. ഒന്ന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ആ പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടിയിട്ട് നമുക്ക് ചേർക്കണം. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ പതുക്കെ ഒന്ന് കുത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പാനി ഒഴിച്ചാൽ മതി. അതിൻ്റെ മുകളിലേക്ക് പാനി ഒഴിച്ച് കൊടുക്കും. അത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പാനിയാണ് നിങ്ങൾ ഒഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കണ പാത്രത്തിൻ്റെ അതനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ. ഒറ്റയടിക്ക് എല്ലാം കൂടിയിട്ട് ഒഴിക്കണ്ടേ. ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കും. അതുപോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കണം അത്രയ്ക്കേണ്ട ഒഴിച്ചാൽ മതി. ഇനി ഇത് ഇരുന്ന് തണുക്കുമ്പോൾ അത് ഇങ്ങനെ താഴത്തേക്ക് ഇരുന്നോളൂ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നോളൂ. തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. അപ്പോൾ ഈ അടുത്ത ലെയർ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇത് നിർത്താണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതിനകത്ത് വല്ല കട്ടയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നല്ല തണുത്ത പാലിലേക്കാണ് നമ്മൾ മൈദപ്പൊടി അല്ലെങ്കിൽ കൊക്കോ പൗഡറൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് അലിയാണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കട്ട പോലെ കിടക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കട്ടയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കും. അപ്പോൾ ഇതിനകത്ത് കട്ടയ്ക്ക് തുടങ്ങിയത് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്നും ചൂടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് തിക്കാവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ടൊരു ചെറിയ തള പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കൂടി ഒന്ന് ഇളക്കുക. അപ്പോൾ ഇത് ഫുള്ള് തള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം പിന്നെ നമ്മൾ കൂടുതൽ നേരം ഇട്ടിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര തിക്കായി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് തിക്കാവരുത്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ട് നമുക്ക്
നമ്മുടെ ഫസ്റ്റ് ലെയർ റെഡി ആക്കിയിട്ട് വെച്ചിട്ടില്ല അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സെക്കൻഡ് ലെയർ ഒഴിക്കാൻ പോണതിന് മുമ്പ് നമ്മൾ പാനി നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പാലും ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് അത് മുഴുവനായിട്ട് അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാണ്ട് കുറച്ചെങ്ങാനും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ കുറച്ചെങ്ങനെ ഇരിക്കേണ്ട അത് മാറ്റി കളയണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒഴിച്ചത് എല്ലാവരും ഇരുന്നിട്ടുണ്ട്, ഒരു ഇച്ചിരി ഇതാ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഇത് മാറ്റി കളയണം കേട്ടോ. ഇനി നല്ല ചൂടോട് കൂടിയിട്ട് നമുക്ക് ഈ ലെയർ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ ഒന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒന്ന് നല്ല സ്മൂത്തായിട്ട് കഴിഞ്ഞിട്ട് ചൂടാറിനേലും മുമ്പ് ഒഴിച്ചു കൊടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് എല്ലായിടത്തും നമുക്ക് ഒരേപോലെ ആക്കാം. പിന്നെ ആ പാത്രത്തിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കുറച്ചുണ്ടാവും, അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വടിച്ചിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ അത്രയ്ക്കാണ്ട് ഫിനിഷിങ്ങിൽ കിട്ടില്ല, അതിങ്ങനെ വടിച്ചിട്ട് എടുക്കുമ്പോൾ ഒരു കട്ട പോലെ ഇങ്ങനെ വന്ന് വീഴും. ഇവിടെ നമ്മൾ ആ വടിച്ച് ഒഴിച്ചാൽ അത് കുറച്ച് കട്ട പോലെ വന്ന് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വലിയ പീസായിട്ട് വേണമെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇവിടെ അത്രയ്ക്കാണ്ട് ഫിനിഷിങ് വന്നില്ലല്ലോ. അത് നമ്മൾ ആ രണ്ടാമത്തെ ലെയർ നമ്മൾ ഒഴിക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ അടിയിൽ തന്നെ പിടിച്ചിരിക്കുന്നുണ്ടാവുമല്ലോ കുറച്ച്, അത് നമ്മൾ അതും കൂടിയിട്ട് നമ്മൾ സ്പൂൺ കൊണ്ട് വടിച്ചിട്ട് നമ്മളിങ്ങനെ ഒഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കി അത്രയ്ക്കാണ്ട് ഗ്ലേസിങ് നമുക്ക് കിട്ടിയിട്ടില്ല. അത് ആ പാട്ട് വന്ന് വീണാനാണ്. പക്ഷേ ഇവിടെ നോക്കിക്കേ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളതിനെ ഒഴിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വീട്ടിലൊക്കെ കഴിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ നിങ്ങളെന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ കാണാൻ വേണ്ടി കുറച്ചുകൂടി നല്ല ഭംഗിയിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സൈഡിലൊക്കെ പിടിച്ചിരിക്കുന്നത് അങ്ങനെ വടിച്ച് ഒഴിക്കരുത്. ഞാനങ്ങനെ അധികം വടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഫിനിഷിങ് പോയത് ഇവിടെ. പിന്നെ സെക്കൻഡ് ലെയർ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം, നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിക്കുകയും വേണം കേട്ടോ. പിന്നെ സെക്കൻഡ് ലെയർ ആയിരുന്നാലും ഒരുപാട് തിക്കായി പോവുകയും ചെയ്യരുത്. ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ എന്താ പറയുക, അത് തന്നെ ഒരു ക്രീം പോലെ നമുക്ക് ഒഴിക്കാനും പറ്റില്ല, അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്ത് നമ്മൾ മറ്റേ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ആയിരുന്നാലും ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം തണുപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. തണുപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ഒരു സമയമില്ല, നന്നായിട്ട് തണുക്കുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതാ നോക്കിക്കേ, 2 ലെയർ ആയിരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ആ പാലിൻ്റെ മിക്സിങ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോഴായിരിക്കും ഈ നമ്മുടെ ഈ ഇഡ്ഡലിയുടെ ഈ ഇതുണ്ടല്ലോ, ആദ്യത്തെ ലെയർ ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം.